പക്രുവായിട്ടുള്ളൊരു യാത്രകൾ എന്നും ഓർത്തിരിക്കുന്ന. ജയിലിൽ പോയതുപോലെ അമേരിക്കയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതാ. മിണ്ടൂല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു ഇറ്റ്സ് എ ബേബി മേക്കിംഗ് ട്രബിൾ എന്ന് പറഞ്ഞാൽ പക്രുവിനെ എടുത്തിട്ട് ഒരു സ്ഥലത്ത് നിന്നപ്പോൾ അവർക്ക് സംശയം തോന്നി. ഞാൻ നോക്കിയപ്പോൾ ഇവൻ ഷഡ്ഡിയിട്ട് നിൽക്കുക, കാരണം മൊത്തം അഴിച്ചു. സിനിമയിലേക്കും ട്രൂപ്പിലേക്കും ഒക്കെ മിമിക്രിയിലേക്കും ഒക്കെ വരുന്നതിന് മുമ്പ് ചേട്ടൻ വേറെ എന്തെങ്കിലും ജോബ്? ഞാൻ പഠിച്ച ഉടനെ എനിക്ക് ജോലി വേണം, കാശുണ്ടാക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. എനിക്ക് ജാതകം എഴുതിയിട്ടുണ്ട്. സാധാരണ ക്രിസ്ത്യൻസിന് അങ്ങനെ എഴുതാറില്ല. പക്ഷേ എൻ്റെ തറവാട് ഒരു ഹിന്ദു കൾച്ചർ ഇത് വന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു ഫാമിലിയിൽ, പാലാട്ടി എന്ന് പറയും. ഈ നമ്പൂരിന്ന് കൺവേർട്ടഡ് ആയി എന്നൊക്കെയാണ്. അതൊന്ന് അപ്പൻ്റെ അപ്പനെ വരെ എനിക്ക് അറിയാൻ പാടുള്ളൂ. ഗ്രാൻഡ് ഫാദർ, പിന്നെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അത്രയും വരെ അറിയാൻ പാടുള്ളൂ. അതിന് മുമ്പുള്ളത് അങ്ങനെ ഇരുന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ വീട് തന്നെ അങ്ങനത്തെ ഒരു ഹിന്ദു കൾച്ചറുള്ള വീടായിരുന്നു. ജാതകം എഴുതിയിട്ടുണ്ട്. അതിലിവൻ പ്രശസ്തനാവും എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ എൻ്റെ അപ്പാപ്പൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പം കള്ളനാവും എന്ന് വിചാരിച്ചത്. കാരണം കലയൊന്നും വരാൻ സാധ്യതയില്ല ഇവിടെ, അങ്ങനെ ഇതില്ല. പക്ഷെ അതുപോലെ ഞാൻ കറക്റ്റ് അതുപോലെ ജാതകം പോലെ തന്നെ ഇങ്ങനെ ആയി. അപ്പം ചോദിച്ചെന്തായിരുന്നു, സിനിമയിൽ എത്തുന്നതിന് മുമ്പായിട്ട് അപ്പം ഞാൻ കോളേജ് കഴിഞ്ഞപ്പോൾ എൻ്റെ ജാതകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. മിമിക്രി സൈഡായിട്ടുണ്ട്. ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു എന്താണ് വേറെ അല്ലാതെ ഉള്ളതെന്ന് ചോദിച്ചു. യുറേക്ക ഫോബ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ പറഞ്ഞു അങ്ങനെ ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്ക് ഇവിടെ ജോലി വേണമെങ്കിൽ തരാം, പക്ഷെ നിങ്ങളിവിടെ ലോക്കായി കിടക്കേണ്ട ആളല്ല, നിങ്ങളെ ലോകം അറിയപ്പെടേണ്ട. അത് എന്താണോ അത് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആൾ നിങ്ങളിവിടെ ലോക്കായിട്ട് ജോലി തരാണ്ടിരിക്കാൻ വേണ്ടിയല്ല, ജോലി തരാമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ്, പക്ഷെ നിങ്ങൾ സ്ക്രീനിലൊക്കെ വരേണ്ട ആളാണ്. ആ പുള്ളി എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത്, കാരണം ഞാൻ മിമിക്രിയൊക്കെ തുടങ്ങി അങ്ങനെ സൈഡിൽ കൂടി പോകണമെന്നുള്ളൂ, നിങ്ങൾ അങ്ങനെ വരേണ്ട ആളാണ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു വിട്ടാണ്. പിന്നെ ഞാനൊരു ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ടില്ല. വക്കീലായിരുന്നല്ലോ? വക്കീലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. മറ്റേ ലോ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. ഞാൻ സന്നദ്ധമൊന്നും എടുത്തില്ല. ലോ കംപ്ലീറ്റ് ചെയ്തില്ല. അല്ല, അതപ്പം ഹാഫ് വേയിൽ വിടാൻ കാരണം ഇത് തന്നെ, ഈ ഭ്രാന്ത്. അതൊരു ഷോ വന്നു മമ്മൂക്കാല് പ്രിയദർശൻ സാറിൻ്റെ ഒപ്പം. അപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ അങ്ങോട്ട് കയറിപ്പോയി. പരീക്ഷ അടുത്ത ടേമിൽ എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു ബാക്ക് ഓരോ പരിപാടികൾ, ചാനലിൽ ഷോസ് വരുന്നു. പിന്നെ അതങ്ങ് ഞാൻ പറയാം, ആ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ കയ്യിൽ നിന്ന് വിട്ടു. ഇപ്പോഴും എൻ്റെ ദണ്ഡപാണി സാറുണ്ടായിരുന്നു, അവിടുത്തെ ജഡ്ജായിരുന്നു. പുള്ളി പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് മാറ്റി ഞാൻ ഇവിടെ സെൻറ്ററാക്കി തരാം, കാരണം 3-4 പേപ്പറുള്ളൂ എനിക്ക്, അത് എഴുതിയെടുക്കുമെന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് ചിലപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് വിട്ടു. ഒരു 4-5 മാസം എന്തായാലും ഇരിക്കണം. അപ്പോഴേക്കും സംഭവങ്ങളൊക്കെ മാറും. ഇവിടെ നമ്മളിവിടെ ഓരോ ദിവസവും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആഴ്ചയിൽ 12 സിനിമയും 22 നടന്മാരും ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ നീന്തി തുഴഞ്ഞ് നിൽക്കുന്നത്. പിന്നെ എനിക്കൊരു അഡ്വക്കേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ശോഭിക്കില്ല. കാരണം എൻ്റെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ നന്മയുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. എൻ്റെ അളിയൻ അഡ്വക്കേറ്റാണ് പുള്ളി. ഞാൻ പക്ഷേ ഈ പറയുന്നത് ശരിയല്ല. അഡ്വക്കേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ കൊലയാളിയായിരിക്കും. റോഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാഗം ശരിയാണെന്ന് പറഞ്ഞ് തെളിയിക്കേണ്ടി വരും. പക്ഷെ അതെൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ഹോണ്ട് ചെയ്തിട്ടിരിക്കും. അപ്പോൾ എനിക്ക് ആ തൊഴിലിൽ എനിക്ക് ശോഭിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും റൈറ്റിൻ്റെ ഭാഗത്ത്, അങ്ങനെ ഒരിക്കലും ഒരു വക്കീൽ സക്സസ് ആവില്ല. ഏറ്റവും കൊലയാളിയുടെയും കള്ളൻ്റെ ഒപ്പം നിന്നാലേ കാശ് കിട്ടുള്ളൂ. അല്ല, LLB എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് തിരിയാനായിട്ട് എന്തായിരുന്നു? ലോ ഫാദറിൻ്റെ ആഗ്രഹമായിരുന്നു അഡ്വക്കേറ്റ് ആക്കണം. അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ്. പിന്നെന്തെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ ജഡ്ജായില്ലേ, കോമഡി സ്റ്റാർസിന് അഡ്വക്കേറ്റ് മുകളിൽ ജഡ്ജായി. ഈ സ്റ്റേജ് ഷോസും TV ഷോസും സിനിമയും എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവരാനായിട്ട് എങ്ങനെയാണ് സാധിക്കുന്നത്? ഒന്നിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പണിയൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഒന്നിച്ച് കൊണ്ടുപോകണം. പിന്നെ അത് നമ്മളെ ടച്ച് വിടരുത്. സ്റ്റേജിൽ ഫ്രൈറ്റ് വന്നാൽ തീർന്നു, കൈയും കാലും പിറക്കുക എവിടെയെങ്കിലും കയറി. ഇപ്പോൾ ഒരാളെ ഫേസ് ചെയ്യാനോ ഒരാളുടെ അടുത്ത് സംസാരിക്കാനോ പ്രസംഗിക്കാനോ ഒന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ TV എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇൻകം ആയിരിക്കും. എൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഇൻകം ആയിരിക്കും ഒരു TV ഷോ ചെയ്യുകയാണെങ്കിൽ മാസം ഇത്രയും വരും. പിന്നെ ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹമാണ്. അത് എല്ലാ സിനിമയും എനിക്ക് പോയി ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ചെറിയ തല്ലിപ്പുള്ളി റോളായിരിക്കും. അപ്പോൾ എനിക്കൊരു ചോയ്സ് ഉണ്ട്. അപ്പോൾ സർവൈവ് ചെയ്യണമെങ്കിൽ ഇത് 3 ആവശ്യമാണ്. സ്റ്റേജ് ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പോകാൻ പറ്റും. മലയാളികൾ, എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് പോകാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാവില്ല എല്ലായിടത്തും. ഞാൻ പറഞ്ഞ ലോകത്തെ ഏറ്റവും ഭാഗ്യവാൻ ആരാന്ന് ചോദിച്ചാൽ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുള്ളൂ. പിന്നെ എന്താണ് ഇത്, വേറൊരു ട്രാവലിംഗ് വ്ലോഗ് ചെയ്യുന്ന ഒരാളുണ്ട്, സുജിത് ഭക്തൻ.
അവരൊക്കെ എത്ര നമുക്ക് കണ്ണും ഇതൊക്കെ തന്നിട്ട് നമ്മൾ ലോകം കാണണ്ടേ. നമ്മൾ മലയാളികൾ മെയിൻ എന്താണ്, സമ്പാദിക്കുക, മക്കൾക്ക് സമ്പാദിപ്പിക്കുക. പക്ഷെ പുറത്തുള്ള ആൾക്കാർ നോക്കിയോ, അവർക്കൊരു വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ കാണാൻ ഇറങ്ങി പുറപ്പെടുകയാണ്. ഈ ഒരു ജന്മം നമുക്ക് തന്നു, ഇനി അടുത്ത ജന്മത്തിൽ ഏത് പ്ലാനറ്റിലാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ജന്മത്തിൽ കാണാനുള്ളൊരു ഭാഗ്യം ദൈവം നമുക്ക് തന്നിട്ട് അത് ആസ്വദിക്കാനുള്ള കഴിവും കൂടി വേണം നമുക്ക്. ആസ്വദിക്കാനുള്ള കഴിവാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പലർക്കും ആസ്വദിക്കാൻ പറ്റില്ല. ഈ സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിയുടെ ഒരു അമ്മായിയുടെ മോൻ്റെ അടുത്ത് പറഞ്ഞു, നീയും ബാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ പശുവിനെ അഴിച്ചു കെട്ടണമെന്ന് ഡെയിലി. അവൻ അതിലാണ് പശുവിനെ അഴിച്ചു കെട്ടണം. പുള്ളി ആ പശുവിൻ്റെ ലോകത്ത് ജീവിക്കുക. ഇയാൾ ലോകം മുഴുവൻ 10-300 രാജ്യങ്ങൾ കണ്ട് അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഓരോ ഭക്ഷണ രീതികൾ, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. യാത്രകൾ അത് എനിക്ക് സാധിക്കുന്നത് ഈ സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ടാണ്. ഈ യാത്ര ചെയ്തത് വെച്ചിട്ട് ഇഷ്ടപ്പെട്ട കൺട്രി ഏത്? അത് ഒന്ന് എനിക്ക് ബ്രൂണൈ എന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം. അവിടെ നിന്ന് അധികം പേര് പോയിട്ടില്ല. പിന്നെ വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ ന്യൂസിലൻഡിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമുണ്ട്. അത് കടലും മലയും ഒരുമിച്ച്, അങ്ങനെ നമുക്ക് ഒരുമിച്ച് കിട്ടുമല്ലോ. കടലുള്ള സ്ഥലത്ത് മലകൾ കാണാൻ പറ്റില്ല. കോവളത്തുണ്ട് അങ്ങനെ. ഫുള്ളൊരു സൈഡിൽ മുഴുവൻ മലകളും തണുപ്പും ഒരു സൈഡിൽ കടലും എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ടെറൈൻ നമ്മൾ കണ്ടത് അവിടെയാണ്. പുറത്തൊക്കെ ഇപ്പൊ കുറെ സ്റ്റേജ് ഷോസും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ പോയതിനകത്ത് കുറെ നല്ല അനുഭവങ്ങൾ ഉണ്ടായത് എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ഓരോ ദിവസവും ഓരോ ഓർമ്മകളാണ്. പിന്നെ ഓരോ യാത്രകളും ഓരോ ഓർമ്മകളാണ്. അങ്ങനെ ഓർത്തിരിക്കാവുന്ന ഒരുപാട്, അത് ഞാൻ കുറേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്തും പറയുന്നില്ല. എങ്കിലും പക്രുവായിട്ടുള്ളൊരു യാത്രകൾ എന്നും ഓർത്തിരിക്കുന്നതാണ്. കാരണം 2 ഗണത്തിൽപ്പെട്ട 2 ആൾക്കാർ. ഒരാൾ ജീവിതത്തെ കാണുന്നത് എങ്ങനെയായിരിക്കും, എൻ്റെ മുട്ടോളം വലിപ്പമുള്ളൂ, എനിക്ക് ഇത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഇയാൾ എങ്ങനെയായിരിക്കും ലോകത്തെ കാണുന്നത്? പക്രു പശുവിനെ കാണുന്ന ഒരു ഡൈനോസറിനെയൊക്കെ കാണുന്ന പോലെ ആയിരിക്കും. ഞാൻ കാണുന്ന ഒരു ചെറിയൊരു മൃഗമാണ്. അപ്പോൾ 2 ആംഗിളിലുള്ള യാത്രകളാണ് നമ്മുടെ. അപ്പോൾ അത് ലോകം മുഴുവൻ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവന് തണുപ്പ് പറ്റില്ല, എനിക്ക് തണുപ്പ് വേണം. അപ്പോൾ 2 എക്സ്ട്രീംസാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ രസകരമായിട്ട് ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു തവണ പോയപ്പോൾ, അന്ന് നമ്മളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. നമ്മൾ ഓരോ വീടുകളിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നമ്മൾ ചെല്ലുമ്പോൾ. അപ്പോൾ അന്ന് എന്നോടൊപ്പം ആദർശയ്ക്കുണ്ട്, പിന്നെ ഒരു ജോക്കറിലെ ഹീറോയിൻ. അപ്പോൾ എന്താ പറയുക, ആദ്യം ഇത്തിരി വാല്യൂ ഉള്ള ആൾക്കാരാണ് ഓരോ വീടുകൾ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ഞങ്ങൾ 2 പേരും ബാക്കിയായി. അപ്പം നമ്മളെ കൊണ്ടുപോകാൻ ആളില്ലാത്ത പോലെ, ഈ മറ്റേ ആകാശദൂതിൽ 2 ഏറ്റവും മറ്റേ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനില്ലാത്ത പോലെ ഞങ്ങളിങ്ങനെ കരഞ്ഞിരിക്കുകയാണ് കൊണ്ടുപോകാൻ. അപ്പോൾ ഒരു അച്ചായൻ വന്നിട്ട് നമ്മൾ വിളിച്ചുകൊണ്ട് പോയി. അപ്പം അച്ചായൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞു. യാത്ര തുടങ്ങിയിട്ട് പെട്ടു. ഞാൻ കാരണമാണ് ഇത് സെലക്ട് ചെയ്തത്. എത്രയോ മൈലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു കൺട്രി സൈഡ് എന്ന് പറയുമോ, അങ്ങനെ ടൗണൊക്കെ വിട്ട് നല്ല ന്യൂയോർക്ക് പോലത്തെ ഒരു സിറ്റിയിൽ നിന്ന് ഞങ്ങൾ വെറുതെ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഓരോ സ്ഥലത്തുമ്പോഴും പിന്നെ എന്നെ അങ്ങനെ നോക്കണ്ട്. കാരണം എത്തണ്ടേ, അങ്ങേയറ്റം എത്തി. നോർത്ത് അമേരിക്ക ആയിട്ടായിരുന്നു തോന്നുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ട് അച്ഛൻ്റെ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ പറഞ്ഞ്, വൈഫുണ്ട്, വൈഫ് ഭയങ്കര ദേഷ്യക്കാരിയാണ്. അപ്പോൾ ജയിലിൽ പോയതുപോലെ അമേരിക്കയിൽ സ്വർഗത്തിൽ ചെന്ന് ഇറങ്ങിയതാണ്. മിണ്ടൂല എന്ന് പറഞ്ഞ് പതുക്കെ ഞങ്ങളൊരു മുറി ചെന്ന് ഇത് ചെയ്ത്, അവിടെ ഭയങ്കര ചൂടത്തിയാന്ന് പറഞ്ഞ്. അപ്പോൾ പക്രു ഷർട്ടൊക്കെ ഊരി കിടന്നപ്പോഴേക്കും ഇയാൾക്കൊരു തമാശ, ഇവനെ കണ്ടിട്ട്. എന്നിട്ട് വലിയ അഹങ്കാരിയാന്ന വിചാരം, എൻ്റെ കിടപ്പ് കണ്ടു. ഇവന് കണ്ണിങ്ങനെ ഉറങ്ങി വരുമ്പോൾ ഉറങ്ങുന്നു. ഇയാൾക്ക് ഭയങ്കര ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ കിട്ടിയത്. അപ്പോൾ അതങ്ങ് ആസ്വദിക്കുക പുള്ളി. അങ്ങനെ ഇവൻ ഓരോന്നും ഇയാൾ പ്രവൃത്തിയാണെങ്കിൽ എന്നെ ഇങ്ങനെ നോക്കേണ്ടത് ഇവൻ ദേഷ്യത്തിൽ. അങ്ങനെ വൈകിട്ട് രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി പുള്ളിക്കാരിക്ക് പോകണം. അപ്പോൾ വൈഫാണെങ്കിൽ ചവിട്ടി മതി, ഞങ്ങളെ കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരിക്ക്. പുള്ളിക്കാരി ഇങ്ങനെ നടക്കും. കാരണം അവിടെ എല്ലാം വുഡൻ ഫ്ലോറാണ്. നമ്മളിങ്ങനെ ഉറങ്ങി വരുമ്പോഴേക്കും വീണ്ടും ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഉറക്കം നടക്കണില്ല. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതാണ് പുള്ളിയോടൊപ്പം പോകണമെന്ന്, അവിടെ എവിടെയെങ്കിലും കുടിയാൽ മതിയായിരുന്നു, അവിടെ കിടന്നാൽ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാൾ വന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഇവന് ബാത്റൂമിൽ പോയ 2 മണിക്കൂറൊക്കെ വേണം. വളരെ സമയം എടുത്തൊക്കെ ഇതാണ്. അവിടെയാണ് ഒരു ബാത്റൂമുള്ളൂ മുകളിൽ. ഇവൻ ബാത്റൂമിൽ കയറി ഉടനെ തന്നെ
പുള്ളിക്കാരി ഒന്ന് മുട്ടാൻ തുടങ്ങി. ഇറങ്ങ്, ആകെ ഇത്രയേ ഉള്ളൂ, കുറേ നേരമായി കയറിയിട്ട്, കുളിക്കാൻ ഇത്ര സമയം, ഒരു കപ്പ് വെള്ളം മതി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബഹളമായി. ലാസ്റ്റ് ഞങ്ങൾ തമ്മിൽ ഫൈറ്റായി. വൈകുന്നേരം എപ്പോഴേക്കും ആ നിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ നിന്നോട് അപ്പോൾ ഇവിടെ ഒച്ച ഉണ്ടാക്കരുത്, ആൾക്കാർ കേൾക്കും. ഞാൻ ഒച്ച ഉണ്ടാക്കാണ്ടിരിക്കണേ, ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആരുമില്ല തിരിഞ്ഞു നോക്കാൻ പറ്റാൻ ഒച്ചയും ബഹളം കഴിഞ്ഞപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ സൈലൻ്റ് ആയിരിക്കണം ഭയങ്കരമായിട്ട്. ഇവിടുത്തെ പോലെ പുറത്ത് സംസാരിച്ച് നടക്കാൻ പാടില്ല. അവർ 911 വിളിച്ച് പോലീസ് വന്നു. പോലീസ് വണ്ടി വന്ന ഉടനെ തന്നെ ആരോ പറഞ്ഞു ഈ വീട്ടിലാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞു ഇറ്റ്സ് എ ബേബി മേക്കിംഗ് ട്രബിൾ എന്ന് പറഞ്ഞു. ഞാൻ പക്രുവിനെ എടുത്തിട്ട് അപ്പോൾ അവർ വിചാരിച്ചു ഏതോ കൊച്ച് ഉണ്ടാക്കുന്നത്. ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്നും പറഞ്ഞ് അവർ തിരിച്ചുപോയി. പിന്നെ നിലത്തേക്ക് നിൻ്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മൾ ഈ കഥ ഉണ്ടാക്കിയതാന്ന് വിചാരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണത്. അപ്പം ഇതുപോലെ ഒരുമിച്ച് പോകുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ഒരു ഇവനെ ചെക്ക് ചെയ്യാണ്ട് വിടും ഈ എമിഗ്രേഷൻ ആ സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ. എന്നെ ഫുൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഇവൻ കൂളായിട്ട് അവിടെ ഇരുന്ന് കണ്ടായി എൻ്റെ സൈസ് കൊണ്ടുള്ള ഗുണം കണ്ട ഇവൻ അടിപൊളിയൊക്കെ അങ്ങ് പോകും. കാരണം മറ്റേ ബാറൊന്നും പ്രശ്നമല്ല അവന്. അവൻ അടിപൊളി പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തേക്കും. അവർക്കാണെങ്കിൽ ഇവനെ ചെക്കും ചെയ്യണ്ട. ഒരു സ്ഥലത്ത് നിന്നപ്പോൾ അവർക്ക് സംശയം തോന്നി. ഞാൻ നോക്കിയപ്പോൾ ഇവൻ ഷഡ്ഡിയിട്ട് നിൽക്കുക. കാരണം മൊത്തം അഴിച്ചു. നോക്കിയപ്പോൾ ഇവിടെ ഏലസ്, ഇവിടെ ഫുൾ മെറ്റലാ. അവർ നടത്തിയ പപ്പടം ഏതൊക്കെ കഴിച്ചിട്ടും നിറച്ച് വള മോതിരം എല്ലാം കിടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്നു. അപ്പം ഇതുപോലെ ഓരോ യാത്രയിലും ഓരോ ആൾക്കാർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കാണുമ്പോൾ ഓരോ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിഞ്ചേട്ടൻ ഈ കുറേ കാര്യങ്ങൾക്ക് പ്രതികരിക്കുമ്പോഴൊക്കെ കുറേ ടൈമിൽ ഏറെ പോകേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് കുറേ നാൾ നീണ്ടു നിന്നൊരു സംഭവമായിരുന്നു നമ്മുടെ ബാലചേട്ടൻ്റെ. അപ്പോൾ അതിനുശേഷം ഞാൻ അതിലേക്ക് പിന്നെയും പോകുന്നില്ല. അതിനുശേഷം ഇപ്പം ബാഡ് ബോയ്സിൽ അതിനുശേഷം ഒന്നിച്ച് അഭിനയിച്ചതല്ലേ? അതെ അതെ. ആ ഒരു ടൈമില് അല്ല ബാലായിട്ട് പിന്നെ ഞാൻ കമ്പനി ആദ്യം അവൻ കൊല്ലാനുള്ള ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അവൻ ചോദിച്ചു എൻ്റെ വൈഫ് എന്ത് വിചാരിക്കും, എൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും, ആകെ ഇതായില്ല. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, പിഷാരടി കുത്തി എന്നെ കൊണ്ട് പറയിപ്പിച്ചാണത്. ഞാൻ അങ്ങനെ പറയണമെന്നോ അല്ലെങ്കിൽ ഒരാളെ ഇൻസൾട്ടിങ് കോമഡി എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ മനസ്സിലായി അത് അവന് ഹൈപ്പ് കിട്ടി എന്നുള്ളത്. കാരണം ടിനി ടോം ഇപ്പോൾ എയർപോർട്ടിൽ ചെന്നാൽ എല്ലാവരും ലൈം ടീ വേണോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആള് ലൈം ലൈറ്റിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവൻ എത്രയോ കാലമായിട്ട് സിനിമയിൽ വളരെ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിക്കുന്നുള്ളൂ, പക്ഷെ അവൻ ലൈം ലൈറ്റ് നിൽക്കുന്നത് പറഞ്ഞാൽ ഈ മൊബൈൽ എന്ന് പറഞ്ഞൊരു സാധനത്തിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാണ്. അതിലവനെ മോശമാണെന്നോ അവൻ പറ്റിച്ചെന്നോ ഒരാളെ കൊന്നൊന്നോ അല്ല ഞാൻ പറഞ്ഞത്. അവൻ്റെ ഒരു സംഭവം ഒരു എപ്പിസോഡ് പോലെ പറഞ്ഞെന്നുള്ളൂ. അതാ പറയണത്. പിന്നീട് അവനെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു കോമഡി ചെയ്യുമ്പോഴോ ഇത് ചെയ്യുമ്പോഴോ ആരെയാണ് അനുകരിക്കുന്നത് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് അവരും കൂടി എൻജോയ് ചെയ്യണം. നെഹ്റുവൊക്കെ എപ്പോഴും കാർട്ടൂൺ ചെയ്യുന്ന ആളുടെ അടുത്ത് വിളിച്ചു ചോദിക്കുമായിരുന്നു എന്താണ് ഇത്തവണ എൻ്റെ കാർട്ടൂൺ വരാൻ തരുന്നതെന്ന് വിളിച്ചു ചോദിക്കുമായിരുന്നു കാർട്ടൂൺ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത്. അപ്പോൾ അതൊക്കെ നമ്മൾ അതാണ് ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കരുത്. പിന്നെ ഞാൻ എയറിൽ പോവും വൈറലാവും ചിലപ്പോൾ. പക്ഷെ പറയാനുള്ളത് നമ്മൾ എല്ലാമല്ല ഞാൻ പറയണത്, പക്ഷെ ചില കാര്യങ്ങൾ ഒരു കലാകാരനാണ് ആദ്യം പ്രതികരിക്കേണ്ടത് സമൂഹത്തിന് വേണ്ടി. അത് ചെയ്യുന്നതിന് ഞാൻ ഭയപ്പെടുന്നില്ല. എന്താണെങ്കിലും എനിക്ക് വളർച്ചയ്ക്ക് ഗുണം ചെയ്തിട്ടുള്ളൂ. ഒന്നും എനിക്ക് എൻ്റെ വളർച്ചയെ നിർത്തിയിട്ടില്ല, തടഞ്ഞു നിർത്തിയിട്ടില്ല. ഗോകുലൻ ചേട്ടൻ ഒരാളെടുത്തിട്ട് വേദിയിലിരിക്കുന്ന ടിനോ. പിന്നെ ധ്യാനിൻ്റെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഭാര്യ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബ്ലസ് എന്ന് പറയുന്നത്. സൂപ്പർ സ്റ്റാർ ആവുക എന്നുള്ളതല്ല. നെപ്പോട്ടിസം പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നെപ്പോ കിട്ടും ആവരുത്. നമുക്ക് മകനെ ജോലിക്ക് വിട്ട് പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ട്. അധ്യാപകരെ അല്ല ബഹുമാനിക്കേണ്ടത്, കുട്ടികളെയാണ് അധ്യാപകർ ബഹുമാനിക്കേണ്ടത്.